പാമ്പാടി രാജൻ പൊതുവെ ഭക്ഷണപ്രിയനാണ്. ഏതു സമയവും ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് പാമ്പാടി രാജനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ പാമ്പാടി രാജൻ ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയതാണ് പാമ്പാടി രാജന് എന്നാണ് ഈ വീഡിയോ പരിശോധിക്കുന്നത്. കോട്ടയം കിളിരൂർ ക്ഷേത്രത്തിലെ ആറാട്ടിനെത്തിയ ഗജരാജ പ്രജാപതി പാമ്പാടി രാജനൊപ്പം നിൽക്കുന്നത് മീനാട് കേശു എന്ന ഗജവീരനാണ്. തൊട്ട് അപ്പുറത്തായി നെടുമൺകാവ് മണികണ്ഠൻ എന്ന കൊമ്പനും നിൽക്കുന്നുണ്ട്. ക്ഷേത്ര പരിസരത്തുള്ള ഒരു പ്ലാവിന് ചുവട്ടിലാണ് രാജനെ തളച്ചിരിക്കുന്നത്. പാമ്പാടി രാജൻ്റെ പാപ്പാൻ സതീശും മീനാട് കേശുവിൻ്റെ പാപ്പാനും നിലത്തിരുന്നുകൊണ്ട് ഏതോ വിഷയത്തിൽ ഗഹനമായ ചർച്ചയിലാണ്. ആരാധകർ രാജൻ്റെ മനോഹരമായ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടേയിരിക്കുന്നു. തീറ്റയില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന ഭാവത്തിൽ പാമ്പാടി രാജൻ സുന്ദരനായി നീണ്ടു നിവർന്നു നിൽക്കുന്നു. രാജൻ തുമ്പിക്കൈകൊണ്ട് പരിസരമാകെ പരതുന്ന കാഴ്ച കാണാൻ കഴിയും. രാജൻ ഒന്നിളകി തുമ്പിക്കൈകൊണ്ട് കണ്ണ് ചൊറിഞ്ഞു, ചെവി നീട്ടിയടിച്ചു. ഇതിന് കാരണം വേറൊന്നുമല്ല, തൊട്ടടുത്ത് നിന്ന് മണികണ്ഠൻ തീറ്റ വളരെ ആസ്വദിച്ച് കഴിക്കുന്നു. പാപ്പാന് നേരെ രാജൻ്റെ തുമ്പിക്കൈ ഒന്ന് നീണ്ടു, പിന്നീട് മടക്കി ഇങ്ങ് തിരിച്ചെടുത്തു. ഒരാൾ ഇവിടെ തീറ്റ തിന്നാതെ വ്രതമെടുത്ത് നിൽക്കുമ്പോൾ അപ്പുറത്തൊരുത്തൻ മണമണ കഴിക്കുന്നത് കണ്ടോ എന്നതാണ് ചോദ്യം. സതീഷ് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ വാലിട്ടടിച്ചും ശ്രദ്ധ അങ്ങോട്ട് ചെലുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ചെവിയടിയും വാലടിയുമൊക്കെ ശക്തമായെങ്കിലും സതീഷ് മൈൻഡ് ചെയ്യാതെ തന്നെ ഇരിക്കുന്നു. ഒടുവിൽ സതീഷ് എഴുന്നേറ്റു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വെറുതെ രാജൻ്റെ അടുത്ത് നിൽക്കുക തന്നെയായിരുന്നു. രാജൻ കൈനീട്ടിയപ്പോൾ ചങ്ങലയൊന്ന് ഇളക്കിയിട്ട് കൊടുത്തു. ഇതിനിടയിൽ മീനാട് കേശുവിൻ്റെ പാപ്പാൻ തെങ്ങോലയുമായി എത്തി. രാജനും കൊടുത്തു ഒരു പീസ്. ആരാ പറഞ്ഞേ രാജൻ ഭക്ഷണം കഴിക്കില്ല എന്ന്? ദേ ഇങ്ങോട്ട് നോക്കിക്കേ. കിട്ടിയ തെങ്ങോലയുടെ മടൽ വളരെ വേഗതയിൽ അകത്താക്കുന്ന രാജനെയാണ് കാണാൻ കഴിഞ്ഞത്. പാപ്പാന്മാർ വയറു നിറയെ വെള്ളം കുടിപ്പിച്ച ശേഷമാണ് പ്ലാവിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് പാമ്പാടി രാജനെ തളച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ വക സ്വീകരണത്തിൽ പങ്കെടുത്ത ശേഷമാണ് രാജൻ ഇവിടെ എത്തിച്ചേർന്നത്. രാജൻ്റെ തീറ്റയായ പനമ്പട്ട ദൂരെ നിന്ന് കൊണ്ടുവന്നത് മൂന്നാം പാപ്പാൻ രതീഷ് എടുക്കുവാൻ പോയിട്ടുമുണ്ട്. രാജൻ വേഗത്തിൽ തീറ്റ തിന്നുന്നത് കണ്ട മീനാട് കേശു തൻ്റെ തീറ്റയും വേഗത്തിലാക്കി.
രാജൻ തൻ്റെ വീതം കൂടി ഇനിയും ചോദിച്ചാലോ എന്ന് ഭയന്നിട്ടാവണം. രാജൻ്റെ തീറ്റ തീർന്നു. മീനാടൻ പക്ഷേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജൻ്റെ പതിവ് സ്വഭാവമാണെങ്കിൽ മീനാടിൻ്റെ തീറ്റയിലേക്ക് തുമ്പിക്കൈ നീളേണ്ടതാണ്. പക്ഷെ രാജൻ ഇപ്പോൾ എക്സ്ട്രാ ഡീസൻ്റാണ്. നോക്കൂ, ഈ കാഴ്ചകൾ കാണൂ. ഒരാൾ കടിച്ചു പിടിച്ച് ഭക്ഷണം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുക വളരെ മോശമാണ്. ഒരിക്കലും ഉണ്ടാകാത്ത ശക്തമായ ശബ്ദത്തിൽ കടിച്ചു മുറിച്ച് ഭക്ഷണം കഴിച്ച് അടുത്ത് നിൽക്കുന്ന ആളെ വയലൻ്റാക്കുന്ന സ്വഭാവം മീനാട ഭൂഷണമല്ല. മീനാടൻ രാജനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീണ്ടും മീനാടന് തെങ്ങോലയുമായി പാപ്പാനെത്തി. രാജൻ വളരെ കൂളായി ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയുമെല്ലാം അതിജീവിച്ച് നിൽക്കുമ്പോഴാണ് ഇതാ രതീഷ് തീറ്റയുമായി കടന്നു വരുന്ന മനോഹരമായ ദൃശ്യങ്ങൾ കണ്ണിൽപ്പെടുന്നത്. രാജന് ദഹനപ്രശ്നം ഉണ്ടായതിനു ശേഷം തെങ്ങോല കാര്യമായി കൊടുക്കാറില്ല. പനമ്പട്ട മാത്രം നൽകുന്നതിന് പാപ്പാന്മാർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടത്രേ. അതുകൊണ്ട് തന്നെ എവിടെ രാജനെ കൊണ്ടുചെന്നാലും പനമ്പട്ടയോ പുല്ലും അല്ലാത്ത മറ്റു ഭക്ഷണ രീതികൾ രാജന് നൽകാൻ പാപ്പാന്മാർ അനുവദിക്കാറില്ല.
പിന്നെ വെളുപ്പിന് എനിക്ക് ഒരു 2 മണിക്ക് അവിടെ ഇവിടെ വരുന്നത് 4 മണി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.